വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ സിബിഐ ആരോപിക്കുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങൾ. സംഭവം കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനായി ഡൽഹി എയിംസിലെ വിദഗ്ധരുടെ സേവനം സിബിഐ തേടിയിട്ടുണ്ട്. ഇതിനിടെ പ്രാഥമിക കുറ്റപത്രത്തിലെ നിരീക്ഷണം പുറത്തുവരികയാണ്. സിദ്ധാർത്ഥനെ ആക്രമിക്കാനും അപമാനിക്കാനും ക്രിമിനൽ ഗൂഢാലോചന നടന്നതായി സിബിഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചെന്നും സമൂഹ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും കുറ്റപത്രത്തിലുണ്ട്. മർദ്ദനവും അപമാനിക്കലും സിദ്ധാർത്ഥന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും മുറിവേൽപ്പിച്ചു. വൈദ്യസഹായം നിഷേധിച്ചതും സിബിഐ വ്യക്തമാക്കി. പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് പ്രാഥമിക കുറ്റപത്രം സിബിഐ നൽകിയത്. കൊലക്കുറ്റം ചുമത്തേണ്ട സാഹചര്യമുണ്ടായാൽ പുതിയ കുറ്റപത്രം വരും. പ്രതികളായ 19 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തുടങ്ങിയവ സംബന്ധിച്ച IPC വകുപ്പുകൾ, റാഗിംഗ് നിരോധന നിയമം പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ്. ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ അനുഭവിച്ച അതിക്രൂരമായ മർദ്ദനം കുറ്റപത്രം വിശദമാക്കുന്നു. ലെതർ ബെൽറ്റ്, കേബിൾ വയർ തുടങ്ങിയവ ഉപയോഗിച്ച് മർദ്ദിച്ചു. പലവട്ടം മുഖത്തടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തെത്തിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും കാണാൻ മറ്റു വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി. മർദ്ദനത്തിനിടെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളി താഴെയിട്ടുവെന്നും സിബിഐ പറയുന്നു. ഈ മർദ്ദനാപമാനമാണ് മരണകാരണമെന്നാണ് സിബിഐ ആദ്യ കുറ്റപത്രത്തിൽ പറയുന്നത്. ഡോർമിറ്ററിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. മരിക്കുന്നതിന്റെ തലേന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 12:30 ഡോർമിറ്ററിയുടെ ബാത്റൂമിലേക്ക് പോയ സിദ്ധാർത്ഥൻ തന്റെ ടവൽ ആവശ്യപ്പെട്ടു. സഹപാഠി ടവൽ കൈമാറി. ബാത്റൂമിൽ നിന്ന് മടങ്ങിയെത്താത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബാത്റൂമിലെ ഗ്രില്ലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നും വിശദീകരിക്കുന്നു. മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ തുടങ്ങിയവ വിദഗ്ധ അഭിപ്രായത്തിനായി ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് അഭിപ്രായം കാത്തിരിക്കുകയാണെന്നും സിബിഐ അറിയിച്ചു. അതിക്രൂരമായ റാഗിങ്ങിനിരയായി പൂക്കോട് വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സിബിഐ ഡൽഹി എയിംസിൽ നിന്ന് വിദഗ്ധോപദേശം തേടിയെന്ന വാർത്ത പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ മരണകാരണം എന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് സിബിഐ എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് വിദഗ്ധോപദേശം നൽകണമെന്നാണ് സിബിഐയുടെ ആവശ്യം. കേസിലെ പ്രാഥമിക കുറ്റപത്രം സിബിഐ നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സിബിഐ കോടതിയെ അറിയിച്ചിരുന്നു.